ഫേസിൽ ചുളിവുകൾ വരുന്നതിന് മുന്നേ തന്നെ ബോട്ടോക്സ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഫേസിൽ ചുളിവുകൾ 2 ടൈപ്പ് ഉണ്ട്, സ്റ്റാറ്റിക് റിങ്കിൾസ് ആൻഡ് ഡൈനാമിക് റിങ്കിൾസ്. ഡൈനാമിക് റിങ്കിൾസ് ആണ് ആദ്യം വരുന്നത്. അത് നമ്മൾ ഫേസ് മൂവ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട്, ഇപ്പം നമ്മൾ ദേഷ്യം പിടിക്കുമ്പോൾ വരുന്ന നെറ്റിയുടെ ഭാഗത്തുള്ള ചുളിവുകൾ, കണ്ണിന്റെ സൈഡിൽ ചിരിക്കുമ്പോൾ ഉണ്ടാവുന്ന ചുളിവുകൾ, അതൊക്കെ ആ സമയം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അത് കഴിഞ്ഞാൽ നമ്മൾ മൂവ്മെന്റ്സ് കഴിഞ്ഞാൽ ഫേസ് നോക്കുമ്പോൾ ആ ചുളിവുകൾ ഉണ്ടാവില്ല. പക്ഷെ സ്റ്റാറ്റിക് റിങ്കിൾസ് വരുന്നത് ഈ മൂവ്മെന്റ്സ് കോൺസ്റ്റന്റ് ആവുമ്പോൾ ഈ ലൈൻസ് ഡീപ്പൺ ആവും. പിന്നെ നമ്മൾ ഫേസ് റിലാക്സ്ഡ് ആയ സമയത്ത് പോലും ഈ റിങ്കിൾസ് എടുത്ത് കാണിക്കും. അതാണ് സ്റ്റാറ്റിക് റിങ്കിൾസ്. അപ്പം ബോട്ടോക്സിന്റെ യൂസ് പറയുന്നത് നമ്മൾ ഈ റിങ്കിൾസ് വരുന്നതിന് തൊട്ട് മുന്നേ യൂസ് ചെയ്യണം എന്നാണ്. എന്തുകൊണ്ടാ വെച്ചാൽ ഈ റിങ്കിൾസ് പ്രോഗ്രസ് ചെയ്തിട്ട് സ്റ്റാറ്റിക് റിങ്കിൾസ് ആവും. പിന്നെ അതിന്റെ ട്രീറ്റ്മെന്റ് ഡിഫിക്കൽട്ട് ആയിരിക്കും. ബോട്ടോക്സ് എപ്പോഴും നമുക്കൊരു ഓഫീസ് പ്രൊസീജിയർ ആയിട്ട് ഒരു 15 to 20 മിനിറ്റ്സിൽ ചെയ്ത് തീർക്കാൻ പറ്റുന്ന പ്രൊസീജിയറാണ്. ഇതിന്റെ ഇഫക്റ്റ് യൂഷ്വലി 3 to 4 months ലാസ്റ്റ് ചെയ്യും. അപ്പോൾ റിപ്പീറ്റ് സെഷൻസും കൂടെ ചെയ്യേണ്ടതാണ്.